എല്ലാവർക്കും നമസ്കാരം. RJ ക്യാമറാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളെ കൊച്ചിയിലെ സ്റ്റോറിൽ ഇഷ്ടം പോലെ ക്യാമറാസ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ മോഡലായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന ഇത് 1000D അങ്ങനെ 3100 അങ്ങനത്തെ ബേസിക് ക്യാമറയൊക്കെയാണ്. 5 രൂപ 7 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ക്യാമറാസാണ്. അതുപോലെ D8 വിത്ത് 50 ഇതൊക്കെ 7000 രൂപ റേഞ്ച് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. 3100 എന്ന മോഡലുണ്ട്. ഇതൊക്കെയാകുമ്പോൾ ഒരു 8500 വീഡിയോ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് കുറഞ്ഞ പീസും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് 5000 രൂപ പീസ് സ്റ്റാർട്ടിങ് വരുന്ന പീസ് നോക്കാം. പിന്നെ അടുത്ത മോഡൽ D90 വിത്ത് 18-105 ലെൻസ് നേരത്തെ വേറെ 10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സൂമും വൈഡ് കിട്ടുന്ന ലെൻസാണ്. വെറും ഒരു 10,000 രൂപ റേഞ്ച് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. P900 നല്ല സൂമിങ് കിട്ടുന്ന ലെൻസാണ്. നമുക്കൊരു ഓഫർ ഇട്ട് 13,000 രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്ത് നമുക്ക് P900 അത്യാവശ്യം നല്ല സൂമിങ് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഫുൾ പിക്സ് ക്യാമറയാണ് നമുക്ക് നോക്കുന്നത്. അടുത്ത മോഡലേക്ക് കഴിഞ്ഞാൽ നിക്കോണിൻ്റെ മോഡൽ തന്നെ 3200 24 മെഗാപിക്സലിൻ്റെ ക്യാമറ വരുന്ന HDMI ഔട്ട്പുട്ടും മൈക്ക് ഔട്ട്പുട്ടും എല്ലാം നമുക്കുള്ള ക്യാമറയാണ്. ഇത് 12-13 ആ റേഞ്ചിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ തന്നെ പല കണ്ടീഷനുള്ള മോഡൽസ് സമ്മതിക്കുന്നുണ്ട്. പിന്നെ 3300 32 കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് മോഡലാണ്. ഇത് നമുക്കൊരു 15-16 ആ റേഞ്ചിലൊക്കെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. 3400 ഇത് നമുക്ക് ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് കണക്ഷനും കാണാനൊക്കെ വരുന്നതാണ്. നല്ല ഔട്ടാണ്. ഫോട്ടോയ്ക്ക് എടുത്താൽ നല്ല ക്വാളിറ്റിയാണ്. ഡിസ്പ്ലേ ഷെയ്ഡ് കാണുന്നതിനകത്ത് നല്ല കിടിലം പീസുകളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് വെച്ചാൽ 15,000 തൊട്ട് 11,000 രൂപ കണ്ടീഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ സെയിം പീസ് തന്നെ വരുന്നത് 15 രൂപ, ഇതൊരു 17 രൂപ കണ്ടീഷൻ പീസ് അനുസരിക്കുന്നത്. അതുപോലെ കാനോണിൻ്റെ മോഡലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാനോണിൻ്റെ 1100 സ്റ്റാർട്ടിങ് വരുന്നത്. അത് നമുക്ക് വരുന്നത് വെച്ചാൽ 7,000 തൊട്ട് 1100 സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും. പിന്നെ 1200 ഇതിനെല്ലാം 8-9 പീസ് വെച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. 1200 ആണെങ്കിൽ നമുക്കൊരു 13-12 ആ റേഞ്ച് സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. 10 രൂപ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. ഡിസ്പ്ലേ ചെറിയ ഷെയ്ഡ് വരും. നല്ല പീസാണ് പറഞ്ഞ് 13-14 ആ റേഞ്ച് നമ്മൾ സെല് ചെയ്ത് കിട്ടും. പിന്നെ അതിന് കുറച്ച് അപ്ഡേറ്റ് മോഡൽ 1300 സീരീസ് വരുന്നുണ്ട്. 13 ആകുമ്പോൾ ഇൻബിൽറ്റ് മൈക്കും കാര്യങ്ങളൊക്കെ മൈക്കും ഇല്ല വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇത് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 13,000 തൊട്ട് 17,000 രൂപ വരെ കണ്ടീഷൻ വൈസ് നമുക്ക് റേറ്റ് ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇഷ്ടം മോഡൽസ് നമ്മൾ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 5500 ഒരു വലിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത് മൈക്ക് ഔട്ട്പുട്ടൊക്കെ വരുന്ന ക്യാമറയാണ്. ഇതിന് റേറ്റ് വരുന്നത് 15,000 രൂപ റേറ്റ് വരുന്നത്. പിന്നെ 3000 4000 ഈ 1300 സേവ് സ്പെക്ക് ഏകദേശം വരുന്നതാണ്. 18 മെഗാപിക്സൽ വൈഫൈ ഒക്കെ വരുന്ന മോഡലാണ്. 3000 4000 രണ്ട് സെയിം ക്യാമറയാണ്. ഇത് വലിയ പീസാണെന്ന് മാത്രമുള്ള 4000. നമുക്ക് 15 തൊട്ട് 18 രൂപ വരെ കണ്ടീഷനും വാറണ്ടി ഡിപ്പെൻഡ് ചെയ്ത് കുറേ മോഡൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ആവശ്യക്കാർ നമുക്ക് നേരിട്ട് നോക്കി തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനെ നോക്കുന്നത് ഇഷ്ടംപോലെ മോഡൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ കാനോണിൻ്റെ 600D ഇതാകുമ്പോൾ നമുക്ക് 15 കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഡിസ്പ്ലേ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,000 തൊട്ട് 17,000 രൂപ വരെ. ഇതാണ് നമ്മളിങ്ങനെ ഏകദേശം റേറ്റ് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടംപോലെ പീസ് വരുന്നത് 14, 15 ഒരേ പീസ് തന്നെ നമുക്ക് 6-7 പീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. നോക്കി കഴിഞ്ഞാൽ 7D അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് 17,000 തൊട്ട് 22,000 രൂപ വരെ കണ്ടീഷൻ അനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മോഡൽസ് ഇരിക്കുന്നുണ്ട്. 1500 ഇത് അത്യാവശ്യം നല്ല റണ്ണിങ് ഇപ്പോൾ ഉള്ള മോഡലാണ്. ഏകദേശം 36-37 രൂപയൊക്കെ പുതിയൊരു വില കൊടുത്ത സാധനം ഒരു 17,000 തൊട്ട് 22,000 രൂപ വരെ കണ്ടീഷൻ അനുസരിച്ച് വാറണ്ടി കണ്ടീഷൻ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ ഇഷ്ടം മോഡൽ പീസുകൾ ഇരിക്കുന്നുണ്ട്. 2000D ഇരിക്കുന്നുണ്ട്. 2000D ഒക്കെ ആണെങ്കിൽ ഒരു 18 രൂപ 18-20 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന മോഡൽസാണ് 2000D. പിന്നെ അതിൽ എല്ലാവരും ചോദിക്കുന്നത് കാനോൺ 200 50 ചേർത്ത് 30,000 രൂപ 50 ഗ്ലോബൽ ലെൻസും ചേർത്ത് 30,000 രൂപയ്ക്ക് 200 പച്ച ക്ലിപ്പ് വൈഫൈ എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡലാണ്. അതിന് 750 ഇത് നമുക്ക് 25,000 തൊട്ട് 30,000 വരെ 750 നമുക്ക് കൊടുക്കാം. ഇതിന് ഫ്ലിപ്പ് വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് മോഡലാണ്. ഫ്ലിപ്പ് സ്ക്രീൻ വേരിയൻ്റ് തന്നെ പറയുന്നത്. നമുക്ക് ഇത് 200 തന്നെ ഇഷ്ടം പോലെ പീസ് 200 കുറേ പീസ് ക്യാമറാസ് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നു. 200 നമുക്കിപ്പം സ്റ്റാർട്ടിങ് കൊടുക്കാൻ വേണ്ടി 26,000 തൊട്ട് 30,000 രൂപ വരെ 28, 27 കണ്ടീഷൻ അനുസരിച്ച് കുറേ പീസ് കൊടുത്തിരിക്കുന്നുണ്ട്. 70 ഇതൊക്കെ നമുക്ക് സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. ഡബിൾ ഡിസ്പ്ലേ വേൾഡ് ലൈഫ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പീസാണ്. ഇതൊക്കെ ഒരു 32 നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത വളരെ 200D Mark II എന്ന് നമുക്ക് 4K റെക്കോർഡിങ് വീഡിയോ കാര്യങ്ങളൊക്കെ 4K ചെയ്യാൻ പറ്റുന്ന ഒരു പീസുകളാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 35-36 രൂപയ്ക്ക് നമുക്ക് 4K ഉള്ള എടുക്കാൻ പറ്റും. 200D Mark II 33 നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്തത്. ഇതൊക്കെ 33
ഇപ്രാവശ്യം ക്യാമറ 60 ഇരിക്കുന്നുണ്ട്. ഒരു 14,000 രൂപ 60 നമ്മുടെ സ്കാനിങ്ങിലുണ്ട്. 73 ഇപ്രാവശ്യം ക്യാമറ ഫാമിലിയിലാണ് നല്ല പീസാണ്. 14,000 രൂപ കൊടുത്തിട്ടുണ്ട്. 70D 80D എല്ലാ പീസുകളും നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. 80D ഒക്കെ നോക്കുമ്പോൾ പുതിയ പീസ് ക്യാമറാസ് ഇപ്പോൾ 80D ഇരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് 35,000. ഇതിൻ്റെ റേറ്റ് 40,000. ഷട്ടറൊക്കെ 2,000 താഴെ മാത്രം കണ്ടുവച്ചാൽ ഫ്രഷ് പീസ്. 35,000 കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ബോഡി ക്വാളിറ്റി ആവറേജ് എത്തോളം 70D സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. 70, 800 ഒക്കെ അത്യാവശ്യം നല്ല വീഡിയോ ഔട്ട്പുട്ടും ഫോട്ടോ ക്വാളിറ്റി ഒക്കെ തരുന്ന ക്യാമറയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചാൽ ഒരു 30,000, 32,000 രൂപ സെല് ചെയ്യാൻ പറ്റും. നല്ല കണ്ടീഷനുള്ള പീസ് ചെയ്യുന്നത് 36,000 രൂപ. 4 കണ്ടീഷൻ പീസ്. പിന്നെ ആവറേജ് കണ്ടീഷനുള്ള 36 രൂപ, 30 ആവറേജ് കൊടുത്താൽ 36,000 രൂപ സെല് ചെയ്യും. പിന്നെ ഫുൾ ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5D മാർക്ക് 60 എല്ലാം 60 12,000 രൂപ നമുക്ക് 60 സെല് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ നോക്കിയിട്ട് നല്ല കിടന്ന കണ്ടീഷനുണ്ട്. ഇതുവരെയായിട്ട് വേറെ 22,000 രൂപ മാത്രമേ. ഷട്ടറൊക്കെ വളരെ കുറച്ച് മാത്രം വെച്ചാൽ നല്ല ഫ്രഷ് കണ്ടീഷൻ. ഈ സെയിം സാധനം 12,000 രൂപ കൊടുക്കും. ഇപ്പോൾ 10 രൂപ വ്യത്യാസമുണ്ട്. അതായത് കണ്ടീഷനും ബോഡി ക്വാളിറ്റി ഒക്കെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. 60 മാർക്ക് വയ്ക്കുന്നത് 5D മാർക്ക് വയ്ക്കുന്നത് 60 മാർക്കാണ് 46 അറേഞ്ച് സ്റ്റാർട്ട് കൊടുക്കുന്നത്. 5D മാർക്ക് ഇഷ്ടംപോലെ പീസുകളുണ്ട്. 43,000 തൊട്ട് 5D മാർക്ക് 4 ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ നല്ല ഫ്രഷ് കണ്ടീഷനുള്ള പീസുകൾ നമ്മുടെ മൊത്തം കണ്ടീഷൻ ചെയ്യുന്നത്. ഒട്ടും ഉപയോഗിച്ചില്ലാത്ത നല്ല മാർക്കോടുകൾ നമ്മുടെ സ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് 53,000 രൂപയാണ്. ഷട്ടറൊക്കെ വളരെ കുറച്ച് മാത്രമേ നീറ്റ് സാധനം ചെയ്യുന്നത്. മാർക്കോ തന്നെ 43,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. നിക്കോണ്ട് കുറേ മോഡൽസ് ഇരിക്കുന്നത്. ക്ലിപ്പൊക്കെ വരുന്ന സ്റ്റേപ്പാണ് 5100. ഇതൊക്കെ വരുമ്പോൾ 10,000 രൂപ കഴിഞ്ഞ് നമുക്ക് 5100 കൊടുക്കാൻ പറ്റും. 5200 അതുപോലെ തന്നെ 15-16 രൂപയ്ക്ക് ഫ്ലിപ്പ് സ്ക്രീൻ എല്ലാം നല്ല കണ്ടീഷനുള്ള കൂടിയാണ്. 15-16 രൂപയ്ക്ക് ഫ്ലിപ്പ് സ്ക്രീനൊക്കെ മോഡൽ കൊടുക്കാൻ പറ്റും. 5300 11,000 രൂപ ഫ്ലിപ്പ് സ്ക്രീനും വൈഫൈ ഒക്കെ വരുന്നത് വലിയ ഡിസ്പ്ലേ ഒക്കെ വരുന്നതാണ്. 18 രൂപ 20, 22 വരെ നമ്മൾ സെല് ചെയ്യുന്നത്. 5600 കാര്യം നോക്കിയാൽ 56 അതുപോലെ തന്നെയാണ്. 5500 ചെയ്യുന്നുണ്ട്. 27,000 രൂപ നല്ല കണ്ടീഷനുള്ള കൂടിയാണ്. ടച്ച് സ്ക്രീനും വരുന്ന മോഡലാണ്. 5500 56 അതുപോലെ ഇരിക്കുന്നുണ്ട്. 27, 25 ആ റേഞ്ചിലേക്ക്. പിന്നെ വെർലസിലേക്ക് കുറച്ച് നോക്കിയാൽ A6000 എന്ന ബോഡി വരുന്നുണ്ട്. ഈ റേറ്റ് വരുന്നത് 24,000 രൂപയാണ്. A6000 വരുന്നത് വെർലസ് ക്യാമറ. അതുപോലെ 6100 വയ്ക്കുന്നുണ്ട്. 63, 64, 65 അങ്ങനെയുള്ള എല്ലാ സീരീസും വയ്ക്കുന്നുണ്ട്. 63 ഒക്കെ ആകുമ്പോൾ ഒരു 36, 37 രൂപയ്ക്ക് വിത്ത് ബോഡി വിത്ത് ലെൻസ് 61 അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. 40 രൂപ, 39 രൂപയ്ക്ക് എല്ലാം വാറണ്ടിയുള്ള പീസുകളാണ്. നല്ല പീസുകളാണ് കിട്ടുന്നത്. 63 ഇരിക്കുന്നുണ്ട്, 64 ഇരിക്കുന്നുണ്ട്. 64 ഒക്കെ ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് 44, 45 രൂപയ്ക്ക് വിത്ത് ലെൻസ് എടുക്കുന്നതിന് കൊടുക്കാൻ പറ്റും. 65 ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചാൽ 42,000 രൂപ വിത്ത് ലെൻസ് ഉൾപ്പെടെ. M50 മാർക്ക് M50 ഒക്കെ ആണെങ്കിൽ 22,000 രൂപ 28, 36 ലെൻസ് സെല് ചെയ്ത് നല്ല ഫ്രഷ് പീസുകൾ ഇരിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്ത പീസ് ചെയ്യുന്നത് 30, 32 ആ റേറ്റിൽ നല്ല പീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്ക് ആണെങ്കിൽ 37, 38 4K റെക്കോർഡിംഗ് വരെ പീസുകളുണ്ട്. ഡെമിസിൻ്റെ G85, G7 എല്ലാ സെല്ലുകളും ST100 ഒക്കെ ഇരിക്കുന്നുണ്ട്. 24 രൂപ നല്ല കണ്ടീഷനുള്ള ST100. EOS-R 43 രൂപ കൊടുക്കാൻ പറ്റും. നല്ല ബോഡി. EOS-R ഇരിക്കുന്നുണ്ട്. EOS-R ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 63,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. 63 ഒക്കെ ആകുമ്പോൾ 70 രൂപ റേഞ്ചൊക്കെ നല്ല ബോഡി. എല്ലാ അഡാപ്റ്ററൊക്കെ ഉൾപ്പെടെ RF2EF അഡാപ്റ്റർ എല്ലാം ഉൾപ്പെടെ ചെയ്യാൻ പറ്റും. ഇത് സൂം ലെൻസ് ഒക്കെ ഉൾപ്പെടെ ഇതൊരു നമുക്ക് 22,000 രൂപ കൊടുക്കാൻ പറ്റും. ആൽഫ 5000 ഒരു മോഡൽ വിത്ത് സൂം ലെൻസ് ഉൾപ്പെടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. സോണിക്ക് ഫുൾ ഫ്രെയിം വരുന്നത് 7M3, 7R3 എല്ലാം ഇരിക്കുന്നുണ്ട്. 7R3 ഒക്കെ ആണെങ്കിൽ 55 രൂപയ്ക്ക് നമുക്ക് 7R3 കൊടുക്കാൻ പറ്റും. 7M3 നമുക്കൊരു 60 രൂപ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട്. നല്ല പീസുകൾ സ്റ്റോക്ക് ചെയ്യുക. ഇതൊക്കെ ആണെങ്കിൽ ഒരു 68 രൂപ റേഞ്ചൊക്കെ വരും. അതിൻ്റെ കുറേ പീസുകളൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടീഷൻ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചാണെങ്കിൽ ഇതൊക്കെയാണ് 72 രൂപയാണ്. ബോഡിയൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല നീറ്റ് ബോഡിയാണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നല്ല ബോഡി ഇരിക്കുന്നുണ്ട്. 60 സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട്. വ്ലോഗ് ചെയ്യുന്നവർക്ക് പറ്റിയ സെറ്റ് മീറ്റർ സോണിയുടെ വ്ലോഗിങ് നമ്മൾ എത്തിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ 40, 39 അതിലൊക്കെ വാറണ്ടിയുള്ള പീസുകൾ സ്റ്റാർട്ടിങ് വരും. ഇത് ജിമ്പിലെല്ലാം ഇപ്പോൾ ഉൾപ്പെടെ വരുന്നത് 45,000 രൂപ. റിമോട്ട് കൺട്രോൾ ജിമ്പിലെല്ലാം ഉൾപ്പെടെ നമുക്ക് വരുന്നത്. ഇതൊക്കെ നല്ല ഫ്രഷ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് എല്ലാം ബ്രാൻഡ് കണ്ടീഷൻ ഇല്ലാതെ പിന്നെ 7M4 മൂന്നാല് പീസ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഒരു 120 തൊട്ട് 7M4 നമുക്ക് ഷട്ടറിങ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 139 റേറ്റ് വരുന്നത്. ഇതൊരു 37,000 ഷട്ടർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. വാറണ്ടി ഒരു 7 മാസം വാറണ്ടി പെൻഡിങ് കിടക്കുന്നു. പിന്നെ ഡ്രോണൊക്കെ നോക്കിയിട്ട് ലിയോ ഇരിക്കുന്നുണ്ട്. 39,000 രൂപയ്ക്ക് ഒന്ന് ചെയ്യാൻ പറ്റും. 1.5
ഉപയോഗിച്ചിട്ടില്ല, ഫ്രഷ് കണ്ടീഷൻ. ഡെലിവറി റേറ്റ് കിടക്കുന്ന 42,000 രൂപ കിടക്കുന്നത്. ഇവിടുന്ന് തന്നെ കുറച്ച് നേരം പർച്ചേസ് ചെയ്ത് നല്ല കിടിലം പീസ് 39,000 രൂപയ്ക്ക് നമുക്ക് പീസ് ഫ്രഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയാലും ഇഷ്ടംപോലെ ക്യാമറയും ലെൻസും നമുക്ക് വേണ്ട ഏത് ക്യാമറ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും നമ്മുടെ സ്റ്റോറിലോട് നേരെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം റേറ്റ് വരുന്നത് പല റേറ്റിലും പല ക്വാളിറ്റിയിലുള്ള ക്യാമറാസ് നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ ചെയ്യുന്നത്. ഗോപ്രോ നോക്കുന്നത് ഗോപ്രോ, ഇൻസ്റ്റാ360 എല്ലാം വേണ്ടി ഇപ്പം എല്ലാം ഇവിടെ നിരത്തി വെക്കാൻ പറ്റാത്തത് എല്ലാ ക്യാമറാസും ലെൻസും എല്ലാം സ്റ്റോക്കുണ്ട്. വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഒട്ടേക്കാം. നമ്മുടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ആദ്യത്തെ ക്യാമറസ് കൊച്ചി നിയർ അടപ്പള്ളി ടോൾ ജംഗ്ഷൻ ആവുന്നു. അതുപോലെ വിളിച്ചിറ നേരെയാണ് നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ നേരെ. അപ്പം ഓക്കെ, ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യും.